ഈ ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയിലെന്ന് പറയില്ലല്ലോ, അതുപോലെ ഒരു നടപ്പാതയാണിപ്പോൾ അത്. അതൊരു കളർ ഗ്രേഡിങ് തന്നെ ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഒരു കളറ്, ഇവിടെ ഒരു കളറ്, ഇത് വേറെ കളറ്, ഇത് വേറെ കളറ്, അത് വേറെ, അത് വേറെ, അങ്ങനെ ഒരു 4-5 കളറ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മൂടി നിൽക്കുന്ന ആ ഒരു മേഘങ്ങളും. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴുള്ള സമയം ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. വളരെ വളരെ ലേറ്റ് ആയിട്ടാണ് ഇന്നലെ ഇവിടെ എത്തിയത്. ആക്ച്വലി നമ്മളിപ്പോൾ ഉമ്മുൽക്കോയിലാണുള്ളത്. ആൻഡ് ജസ്റ്റ് നമ്മൾ താമസിക്കുന്നത് ആ ബാക്കിലൊരു സ്ഥലത്താണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ നടന്നാൽ ഒരു കിടിലം വ്യൂ ഉണ്ട്. അതായത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഉമ്മുൽക്കോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ UAE-യിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ, അതായത് എമിറേറ്റ്സ് ഉണ്ട്, അതിൽ 6ാമത്തെ, ഐ മീൻ വലുപ്പത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു 6ാമത്തേതായിട്ടുണ്ടാവും ഈ ഒരു ഉമ്മുൽഖുവൈൻ എന്ന് പറയുന്നത്. ഒരുപാട് മൊത്തം കടൽ കൊണ്ട് വലിഞ്ഞു കെട്ടിയ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ലൊക്കേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ആക്ച്വലി ഞാനിപ്പോൾ പോകുന്ന ഇവിടെ ഈ റോഡ് നേരെ പോകുന്ന ഒരു പോർട്ടിലേക്കാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ റൂമിൽ നിന്ന് ജസ്റ്റ് ഒരു 100 മീറ്റർ 200 മീറ്റർ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവർക്കും മോട്ടോ പ്രേമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉമ്മുൽഖുവൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അധികം ആരും ഐ മീൻ പോപ്പുലേഷൻ കുറവായിട്ടുള്ളൊരു ഏരിയ ആണ്. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ജസ്റ്റ് അവിടെ നിന്നാണ് ഞങ്ങളിപ്പോൾ നടന്നു വന്നത്. ഒരു പള്ളിയൊക്കെ അവിടെ കാണാം. ഇന്നലെ രാത്രി വരുന്ന വഴിക്ക് നല്ല രീതിയിലുള്ള തണുപ്പുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ എന്തോ മേഘം മൂടിയിട്ടുണ്ട്, പക്ഷെ എന്നാൽ വലിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ കടല് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ ഒരു സ്ഥലമായിട്ട് വേണമെങ്കിൽ കരുതാം. ഈവനിങ് ആൻഡ് മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയൊരു സ്ഥലം പോലെ. വെരി നൈസ്. യെസ്, കേട്ടോ, നല്ല നീല നിറത്തിലുള്ള, ഒരു ഇളം നീല നിറത്തിലാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കല്ലുകളൊക്കെ നല്ല രീതിയിൽ കടലിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനവിടെയൊക്കെ അവർ മണലിന്റെ കളറൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ല ഇന്റർലോക്ക്ഡ് ആയിട്ട് താഴെ വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പാർക്കിങ്ങിനും ഓരോ വാഹനങ്ങൾക്ക് പറ്റിയ ആ ലെവലില് ഓരോ സ്പേസ്, ഓരോ വാഹനങ്ങൾക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ഏരിയയും ഇവിടെ അതുപോലെ നിർവഹിച്ചിട്ടുണ്ട്. വാഹനത്തിന്റെ സ്പീഡ് 60ലേക്ക് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നല്ല ക്ലൈമറ്റ് ആണ്. ഇറങ്ങാൻ പറ്റുമോ ഇല്ലേ എന്നറിയില്ല. ഞാൻ അവിടെ ദൂരെയായിട്ടൊരു ബിൽഡിംഗ് പോലെ ഒന്ന് കാണാം. ഇത് നേരെ പോകുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോർട്ടിലേക്കാണ് ഇത് നേരെ പോകുന്നത്. ഈ കല്ലുകളൊക്കെ നല്ല രസമുണ്ട് കാണാന്. ഒരു കണ്ടോ, 3 തരത്തിലാണ് കാണുന്നത്. ഒന്ന് ഫുള്ള് ഒരു ലൈറ്റ് ബ്ലൂ കളറ്, അതുപോലെ തന്നെ ഇത് വേറെ കളറ്, പിന്നെ ഇവിടെ വേറെ കളറ്, അവിടെ വേറെ കളറ്. നല്ല രസമുള്ള ആംബിയൻസും കൂടിയാണ്. നല്ല ഫീലുണ്ട്. സൂര്യൻ ഇങ്ങനെ ചൂട് കൂടി വരുന്നുണ്ട്. പക്ഷെ ഇതെന്തോ ഒരു അങ്ങനത്തെ ഒരു കളറ് സാധാരണ അപ്പൊ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു കളറ് കാണാറില്ല. കണ്ടോ, ഒരുപാട് ശംഖുകള് ഇവിടെ കാണാം, പലതരം കല്ലുകള്. നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. എന്താ രസത്തെ കാണാന്. ഇങ്ങനെ നോക്കുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഓരോന്ന് കാണുള്ളൂ. ഇതിലൊക്കെ അതിലൊക്കെ ജീവനുണ്ട്. പല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസുകളാണ്. ഉണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്.
കല്ലിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ ഉണ്ട്. ഇതോ ക്ലൈമറ്റ് വീണ്ടും ഇതാ മേഘം മൂടി. മഴ പെയ്യുമോ ഇല്ലയെന്നറിയില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും പിന്നെ ഒരാൾ മാത്രമേ പോയി ബീച്ചിലുള്ളൂ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അങ്ങനെ വലിയ ടൈറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിരുന്നാലും എന്താ പറയുക, ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പം ഇത് കല്ലാണോ എന്താണോ, കല്ല് തന്നെയാണ്. ബൈക്ക് വീഴാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മളല്ലാതെ അങ്ങോട്ട് പോകുന്നില്ല. കാഴ്ചകൾ നല്ല രസമാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെ ഒക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും കാര്യങ്ങളും അവിടെ ഉണ്ട്. ഇതൊക്കെ വെള്ളം ഉണ്ടോ? ഇതിലൊക്കെ ഞാൻ നേരത്തെ വന്നപ്പോൾ ഈ ഒരു ശങ്കുണ്ടല്ലോ, അതനക്കുന്നുണ്ടായിരുന്നു. തെളിഞ്ഞ വെള്ളം അല്ലേ, എന്തൊരു ക്ലിസ്റ്റർ ക്ലിയർ ആണെന്നറിയോ. കണ്ടാ പറയൂ എന്തോ ഒരു ക്ലിയർ. അയ്യോ, ഇപ്പൊ തന്നെ നനഞ്ഞേനെ. കുറേ നേരമായി ഇതിലും കൂടെ നടക്കുന്നത്. മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ എന്താ പറയുക, ഇങ്ങനത്തെ ഓരോ നടത്തം നല്ലതാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒറ്റക്ക്, കാരണം വേറെ ആരും നമുക്ക് കൂടല്ല. ഈ ഒരാളല്ലാതെ വേറെ മനുഷ്യനെ ഞാനിവിടെ കാണുന്നില്ല. ഫ്രീ ആയിട്ട് നടക്കാനൊക്കെ പറ്റിയൊരു ആംബിയൻസ്. എന്താണെന്നറിയില്ല, നമ്മളൊക്കെ ചെല്ലുമ്പോൾ കാണാം നമുക്ക് ഇങ്ങനത്തെ ഓരോ ആംബിയൻസ് കാണാം. ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ വയനാട് ബാണാസുര മല കയറിയപ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ 3 പേരല്ലാതെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, ഫുൾ ഫ്രീ ആയിട്ട് ഇങ്ങനെയൊക്കെ ഓരോ ലൊക്കേഷൻസ് കിട്ടും. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ളത് ഒരുപാട് ആളുകളുള്ളൊരു പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. ഇവിടെ പോർഷയുടെ കരേര കപ്പ് ഡ്രൈവ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. ഇവിടെയൊക്കെ എത്തുമ്പോൾ നമുക്ക് എന്താ പറയുക, ഡയറക്റ്റ് അടുത്തേക്ക് എത്തുന്നുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങനെ നടക്കാനുള്ള കുറച്ച് സ്ഥലങ്ങൾ കുറവാണ് അല്ലേ. ഈ ശംഖും അതുപോലെ തന്നെ ഇതിനുള്ളിലെ കക്ക, അത് എടുക്കാനാണ് ആ നേരത്തെ ഉണ്ടായിരുന്ന ആളവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇങ്ങോട്ട് ഇറങ്ങി പോകണമെന്നുണ്ട്, പക്ഷേ ഷൂ നനയുമെന്നുള്ളത് കൊണ്ട് നമ്മൾ പോകുന്നില്ല. നല്ല ആംബിയൻസ്, അതൊരു രക്ഷയില്ല, ഫുൾ പീസ്ഫുൾ. ആരവിടെ എന്താണ്, ഒരു ബോട്ട് പോകുന്നുണ്ട്. ഇവിടെ കാര്യമായിട്ട് ഫിഷിങ് തന്നെയാണ് ഇവിടെ കാര്യമായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ എന്തോ മാംഗ്രൂവ് ഫോറസ്റ്റ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഫ്യൂച്ചറിൽ നമുക്കത് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കാണിച്ചു തരുന്നതാണ്. ക്ലൈമറ്റ് ഇങ്ങനെ മാറി മറിയുന്നുണ്ട്. കാരണം നല്ല എന്താ പറയുക, ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തോ ഇതും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ക്ലൈമറ്റാണ്. കാരണം മേഘങ്ങൾ ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരു ക്ലൈമറ്റ്, അതൊരു വേറെ ഫീലാണ്. അപ്പോൾ ഇനി തിരിച്ചു കയറാൻ സമയമായി. എന്താ ഈ പാറയുടെയൊക്കെ വെളുപ്പെന്നറിയാം, ഇപ്പം വീണേനെ. എന്താ രസമല്ലേ.
ഇവിടുന്ന് പോകാനും തോന്നുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. ആൻഡ് എന്താ പറയുക, നേരത്തെ പോലെ പോകാൻ തോന്നുന്നില്ല. ക്ലൈമറ്റ് ഇങ്ങനെ മാറി വരുന്നുണ്ട്, കുറച്ച് തണുപ്പായി. ഈ ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയിലെന്ന് പറയില്ലല്ലോ, അതുപോലെ ഒരു നടപ്പാതയാണിപ്പോൾ ഇത്. ആ ഒരു കളർ ഗ്രേഡിങ് തന്നെ ഭയങ്കര ഇഷ്ടമായത്. ഇവിടെ ഒരു കളറ്, ഇവിടെ ഒരു കളറ്, ഇത് വേറെ കളറ്, ഇത് വേറെ കളറ്, അത് വേറെ, അത് വേറെ, അങ്ങനെ ഒരു 4-5 കളറ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മൂടി നിൽക്കുന്ന ആ ഒരു മേഘങ്ങളും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഉമ്മുൽ എന്നുള്ള ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാനുള്ളത്. ആക്ച്വലി സത്യം പറഞ്ഞാൽ അവിടുന്ന് പോകാനേ തിരിച്ച് പോകാൻ തോന്നുന്നില്ല. കാരണം നല്ലൊരു ആംബിയൻസ്, അങ്ങനെ വലിയ ശബ്ദങ്ങളോ ഒച്ചയും പുള്ളിയോ ഒന്നും ഇല്ലായിരുന്നില്ലേ. അങ്ങനത്തെ ഒരു ആംബിയൻസാണ്. നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. നേരത്തെ പറഞ്ഞാൽ ഇനിയും ഒരുപാട് വാഹനങ്ങളുടെ യാത്രകളുടെ ഒക്കെ വീഡിയോസ് നമ്മളെ ഒഴിവിനനുസരിച്ച് നമ്മൾ തീർച്ചയായിട്ടും അതിന് വേണ്ടി പരിശ്രമിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും. സോ അണ്ടിൽ വി മീറ്റ് അഗൈൻ, ബൈ ബൈ.